നമസ്കാരം. ഹോർമൂസ് കടലെടുക്ക് പോലുള്ള ആഗോള വ്യാപാരത്തിന്റെ ജീവധാരയായി നിലകൊള്ളുന്ന സമുദ്രപാതയിൽ പ്രതിസന്ധി വരുമ്പോൾ അതൊരു പ്രാദേശിക പ്രശ്നമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമിടിപ്പിനെയാണ് അത് ബാധിക്കുന്നത്. ഇത്തരമൊരു അതീവ സൂക്ഷ്മ സാഹചര്യത്തിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ എടുത്ത ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്ന തീരുമാനം ഇന്ത്യയുടെ ശക്തമായ വിദേശ നയത്തിന്റെയും ഉത്തരവാദിത്തമുള്ള ആഗോള നേതൃത്വത്തിന്റെയും തെളിവാവുകയാണ്. ഈ നീക്കത്തിന്റെ പിന്നിൽ ദൃഢമായ രാഷ്ട്രീയ ദൂരദർശിത്വവും തന്ത്രപരമായ ധൈര്യവുമുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് നരേന്ദ്രമോദിയാണ്. ഹോർമൂസ് കടലിടുക്കിൽ പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യൻ വാണിജ്യ കപ്പലുകളെ രാജ്യത്തെത്തിക്കാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി കഴിഞ്ഞു. ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടിയോടെ നാട്ടിലെത്തിക്കാൻ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയ്ക്ക് ഇന്ത്യ തുടക്കമിട്ടതായി പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ നാവികസേനയുടെ 5ലേറെ കപ്പലുകൾ ഹോർമൂസിനരികിലായി വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. LPG, LNG, ക്രൂഡ് ഓയിൽ അടക്കമുള്ളവയുമായി നിലവിൽ 20 കപ്പലുകളാണ് ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവയെ രാജ്യത്തെത്തിക്കുകയാണ് ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ നാവികസേന ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ 2 ഇന്ധന ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നിരുന്നു. ഇവയ്ക്ക് നാവികസേന അകമ്പടി നൽകിയിരുന്നു. 92,000 ടൺ LPG ആണ് ഈ കപ്പലുകളിൽ ഉള്ളതെന്നാണ് വിവരം. ഇവ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമൂസ് കടലിടുക്കിൽ പലയിടങ്ങളിലായി ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവ കപ്പലുകൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസിൽ കൂടി കടന്നു പോകാമെന്ന് നേരത്തെ ഇറാൻ വിദേശകാര്യ മന്ത്രി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിത മാർഗങ്ങളിൽ കൂടിയായിരിക്കും ഇന്ത്യൻ കപ്പലുകൾ കടന്നു പോവുക എന്നും നാവികസേന ഇവയ്ക്ക് മാർഗനിർദ്ദേശം നൽകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയം കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ മാറ്റങ്ങൾ കണ്ടു. പരമ്പരാഗത നയങ്ങളിൽ ഒതുങ്ങാതെ ദേശീയ താൽപര്യങ്ങളെ മുൻനിർത്തിയും ആഗോള സഹകരണത്തെ ശക്തിപ്പെടുത്തിയും ഒരു സമതുലിത സമീപനം അദ്ദേഹം രൂപപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. ഇന്ത്യ ഫസ്റ്റ് എന്ന ആശയം മുന്നിൽ നിർത്തി രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും വ്യാപാര സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ എടുത്ത ഈ നടപടി അദ്ദേഹത്തിന്റെ വിദേശ നയ ദർശനത്തിന്റെ ശക്തമായ പ്രതിഫലനമാണ് എന്ന് വേണം പറയാൻ. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സംഘർഷം ഇന്ത്യ പോലുള്ള ഊർജ്ജ ആശ്രിത രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറും. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നാവികസേനയുടെ സുരക്ഷ ഉറപ്പാക്കുകയും അവയെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുകയും ചെയ്യാനുള്ള തീരുമാനം ഒരു രക്ഷാപ്രവർത്തനം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ആഗോള സാന്നിധ്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. മോദി സർക്കാർ സ്വീകരിച്ച ഈ നീക്കം പ്രതിസന്ധി നേരിടുമ്പോൾ ഇന്ത്യ പിന്നോട്ടില്ല എന്ന സന്ദേശം ലോകത്തോട് വ്യക്തമാക്കും. വിദേശ രാജ്യങ്ങളുമായി ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആവശ്യമായപ്പോൾ സൈനിക ശക്തിയും വിനിയോഗിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് ഇത് കാണിക്കുകയാണ്. ഇതൊരു പ്രതിരോധ നടപടി മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തയും ഉയർത്തിക്കാട്ടുന്ന ഒരു ഉദാഹരണമാണ്. കൂടാതെ വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെയും വ്യാപാര താൽപര്യങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് മോദി സർക്കാരിന്റെ പ്രധാന മുൻഗണനകളിൽ ഒന്നാണ്. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ അതിന്റെ തുടർച്ചയാണ് എന്ന് വേണം പറയാൻ. ഈ നീക്കത്തിലൂടെ ഇന്ത്യ തന്റെ പൗരന്മാരോടും വ്യവസായ മേഖലകളോടുമുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റുന്നു. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയ ഇന്ത്യൻ കപ്പലുകളെ രക്ഷപ്പെടുത്താനുള്ള ഈ ദൗത്യം ഒരു സൈനിക നടപടിയേക്കാൾ ഏറെ വലുതാണ്. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശക്തിയും പ്രതിസന്ധികളെ അവസരങ്ങളാക്കുന്ന നേതൃപാഠവും ലോകവേദിയിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന പുതിയ ഇന്ത്യയുടെ മുഖവും അടയാളപ്പെടുത്തുന്നു.